നോക്കൂ, ഇത് എക്സിറ്റ് പോളിൻ്റെ ഒരു പ്രവചനം മാത്രമാണ്. നിങ്ങൾ എക്സിറ്റ് പോളിൻ്റെ പ്രവചനത്തിൽ വലിയ അഹങ്കാരം ഒന്നും ചെയ്യേണ്ട കാര്യം. സന്ദീപ് കാര്യങ്ങളൊക്കെ വിചാരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ വീണ്ടും മൂന്നാം തവണയും BJP വന്നു എന്നുള്ള അഹങ്കാരത്തോടുകൂടിയും അമിത ആത്മവിശ്വാസത്തിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് എക്സിറ്റ് പോളിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു സന്ദേഹവും ഇല്ല. ഞങ്ങൾ അതുകൊണ്ട് ചർച്ചയിൽ പോലും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. കാരണം ഇതൊരു കാട്ടിക്കൂട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. 2004 BJP മൂന്നാം വട്ടം അധികാരത്തിൽ വരുമെന്നും 225 സീറ്റ് എന്തായാലും കിട്ടുമെന്ന് ഇന്ത്യയിലെ എല്ലാ എക്സിറ്റ് പോളുകാരും പറഞ്ഞു. അവസാനം 187 കിട്ടിയത്. കോൺഗ്രസ്സിന് കിട്ടി അന്ന് 216 സീറ്റ് കോൺഗ്രസ്സിന് മാത്രം ലഭിച്ചു. നിങ്ങൾ 2004 കാര്യമാണ്. 2014 BJP 2014 BJP 261 മുതൽ പരമാവധി 289 വരെ എന്നാണ് എല്ലാവരും പ്രവചിച്ചത്. എല്ലാവരും. അവസാനം 77 സീറ്റ് കൂടുതൽ കിട്ടി. ആ സീറ്റ് കൂടുതൽ കിട്ടിയത് തെറ്റായ കണക്കായിരുന്നു. 2017 UP അസംബ്ലിയിൽ ഹങ് അസംബ്ലി, തൂക്ക് അസംബ്ലി എന്ന് ഇന്ത്യ ഇപ്പം നിങ്ങൾ ഇങ്ങനെ എന്താ പറയുക അർമാദിക്കുന്ന എല്ലാ ഏജൻസികളും 2017 പറഞ്ഞു. അപ്പോൾ അവസാനം BJP 325 സീറ്റുമായിട്ട് വന്നത്. BJP ഒരിക്കലും ഭൂരിപക്ഷം കിട്ടില്ല എന്നും ഹങ്ങാണെന്നും പറഞ്ഞതാണ്. 2015 ബീഹാറിൽ എന്താ നിങ്ങൾ പറഞ്ഞത്? ടൈറ്റ് മത്സരമാണ്, അവിടെ പ്രവചനാതീതമാണ് എന്നല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞത്. അവസാനം അവിടെ RJD JDU അന്നത്തെ കോൺഗ്രസ് സഖ്യം വന്നില്ലേ? 2015 ഡൽഹി അത് പറയാം. ഡൽഹിയിൽ അസംബ്ലിയിൽ എന്താ പറഞ്ഞത്? മാർജിന് ആദ്മിക്ക് ഒരു കേവല ഭൂരിപക്ഷം AAPക്ക് കിട്ടിയേക്കും. ശക്തമായ BJPയുടെ സീറ്റുകളുണ്ടാവും. എന്തായിരുന്നു? 70 സീറ്റിൽ 67 AAP കിട്ടി. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഉഡായിപ്പ് കമ്പനിയെങ്കിലും പറഞ്ഞോ ഇങ്ങനെ സാധ്യതയുണ്ടെന്ന്? 2020 ഛത്തീസ്ഗഡിൽ നിങ്ങളടക്കം ജനൻ TV അടക്കം ഞാൻ ചർച്ചയിൽ പങ്കെടുത്തതല്ലേ? ജനൻ TVയിൽ നിങ്ങളുടെ റീഡിങ് എന്തായിരുന്നു? ഛത്തീസ്ഗഡിൽ കോൺഗ്രസ്സിന് കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടിയേക്കും എന്നല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞത്. ആരെങ്കിലും ഛത്തീസ്ഗഡ് കോൺഗ്രസ്സിന് കിട്ടില്ല എന്ന് 2023 അതായത് 6 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലെ ഫലമാണ് പറഞ്ഞത്. മധ്യപ്രദേശിൽ എന്താ പറഞ്ഞത്? BJPക്ക് ഒരു കേവല ഭൂരിപക്ഷം ഉണ്ടാകും എന്ന് പറഞ്ഞത് ആരാ? 3 ഇന്ത്യ TVയും ഇന്ത്യ ടുഡേയും ഉൾപ്പെടെ 3 ശരി. ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൊന്നും വിശ്വാസമില്ലെങ്കിൽ എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം എങ്കിൽ അത് പറയും. അപ്പോൾ കേരളത്തിലെ തെറ്റാണോ എന്ന ഉപചോദ്യം കൂടിയുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാർ പോട്ടെ, ഈ ജനൻ TVയുടെ ചാനൽ എപ്പോഴെങ്കിലും 2 കൂടുതൽ നിങ്ങൾ ആലോചിച്ചിരുന്നു, ഉറക്കത്ത് കണ്ടിരുന്നു? ഇതൊക്കെ പറയുമ്പോൾ അതാണ് ഉണ്ടായ വ്യത്യാസം, അതാണ് വലിയ മാറ്റമായത്, അതാണ് പ്രസക്തമായ ചോദ്യമാകുന്നത്. ഈ 0 മുതൽ 1 വരെ എന്ന് മാത്രം പറഞ്ഞിരുന്ന BJPക്ക് 1 മുതൽ 4 വരെ എന്ന് ഉറപ്പിച്ചു പറയാനും CPMന് 0 മുതൽ ചിലപ്പോൾ 0, ചിലപ്പോൾ 1, ചിലപ്പോൾ 2, ചിലപ്പോൾ 3 എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് മാറിയത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. നിങ്ങൾ ഇത് മാറി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രഡിക്ഷൻ, നിങ്ങൾ ഉണ്ടാക്കിയ പ്രഡിക്ഷൻ അല്ലേ? മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രഡിക്ഷൻ അല്ലേ? ഞങ്ങൾ പറയുന്നത് 4-ാം തീയതി ഉച്ചയ്ക്ക് ഞാൻ വരാം ചർച്ചയ്ക്ക്. കേരളത്തിൽ 3 നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം. ശരി, ആ തർക്കമൊക്കെ വിട്ടേക്കൂ. താങ്കൾ പറഞ്ഞ വാദഗതിയോട് യോജിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുന്നതാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അവസാനിപ്പിക്കും. നിങ്ങൾ പറയോ? ശ്രീ PM നിയാസ്, ഇത് എക്സിറ്റ് പോളുകളാണ്, ഞങ്ങൾ ഉണ്ടാക്കി പറയുന്നതല്ല. കുറച്ച് സോഴ്സുകളിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ 3 സീറ്റ് കിട്ടുന്നു നിങ്ങൾ പറയുന്നു. ഞാൻ പറയുന്നു അത് കിട്ടില്ല എന്നും അത് കിട്ടാതെ അത് 3 സീറ്റ് കിട്ടിയാൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം. തിരിച്ച് നിങ്ങൾ 2 മാന്യന്മാര് അങ്ങനെ അർമാദിച്ചുകൊണ്ടിരിക്കില്ല. 2 മണിക്കൂർ അർമാദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു 3 കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്ന പണികൾ എടുക്കുമോ? മനസ്സില്ല. നിങ്ങൾക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ശരി അദ്ദേഹത്തിന് ശരി. ഞാൻ പറഞ്ഞല്ലോ, താങ്കളുടെ വാദഗതി പൂർണ്ണമായി അംഗീകരിക്കുന്ന എക്സിറ്റ് പോളുകളെ താങ്കൾ വിശ്വസിക്കേണ്ട, അതിന്റെ വഴിക്ക് വിട്ടേക്കൂ. എന്തായാലും പോളിംഗ് കഴിഞ്ഞല്ലോ. എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും? അതൊന്ന് പറയുമോ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ ഒരൊറ്റ കാര്യം. ഞാൻ നിങ്ങളോട് ഒരൊറ്റ ആധാരമായി BBC എന്ന് പറയുന്ന അവർ നടത്തിയിരിക്കുന്ന സർവേ, ഞാൻ പറയുന്നതല്ല,
അവർ നൽകുന്ന സർവേ ഓരോ നിയോജകമണ്ഡലം നിങ്ങളിപ്പോ പറയുന്നത് എന്താ ഛത്തീസ്ഗഡിലെ നിങ്ങൾ അല്ല താങ്കൾ പറഞ്ഞ ആര് നടത്തിയ സർവേയുടെ കണക്കുകളാണ് താങ്കൾ പറയുന്നത്? BBC-യുടെ സർവേ, BBC-യുടെ അവസാനം മെനഞ്ഞാന്നിറങ്ങിയ സർവേ, അതില് ഛത്തീസ്ഗഡിൽ മാത്രം നിങ്ങൾക്ക് BJP-ക്ക് 7 കൂടില്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഞാൻ പറയട്ടെ, തെലങ്കാനയിൽ നിങ്ങളിപ്പോ പറയുന്നത് തെലങ്കാനയിൽ 11 നിങ്ങൾക്ക് എന്തർത്ഥമാണ് നിങ്ങൾ പറയുന്നത്? കോൺഗ്രസിന്റെ സർവേ അദ്ദേഹത്തിന് വിശ്വാസമാണ്, സർവേകളോട് അദ്ദേഹത്തിന് വിശ്വാസമാണ്, ഇവിടുത്തെ മാധ്യമങ്ങൾ താല്പര്യം പോലെ. എന്തായാലും താങ്കൾ നടക്കട്ടെ. അല്ല ഒരു മിനിറ്റ്, ഇന്നലെ വരെ നിങ്ങളുടെ ചാനലിൽ ഇരുന്ന് നിങ്ങൾക്ക് ഇത് പറയാനുള്ള തന്റെ ഇടം ഉണ്ടായിരുന്നോ? പേടിച്ചിരിക്കല്ലായിരുന്നു, മുട്ട് വിറച്ച് കേരളത്തിലെ ഇന്ത്യയിലെ എന്റെ പൊന്നു സാറേ, ഈ റിസൾട്ട് എക്സിറ്റ് പോൾ പറയണമെങ്കിൽ ഈ പോളിംഗ് ഒന്ന് കഴിയണ്ടേ, ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയണ്ടേ, എന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതമ്പോട്ടെ, ഈ എക്സിറ്റ് പോളില്ലേ അത് വരുമ്പോ വന്ന് ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ച ടീംസാ. ആർക്കാണ് പേടി? നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഹൈപ്പിന് കൂട്ടു നിൽക്കേണ്ട നിങ്ങൾ തീരുമാനിച്ചോണ്ടാണ്. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ ഏത് ജനങ്ങളെ വിധി? നിങ്ങൾ ഉണ്ടാക്കിയ മാധ്യമങ്ങളും കുറച്ച് ആൾക്കാരും ഞങ്ങൾ എണ്ണാൻ പോവാണ്. നിങ്ങളെ ജനം TV അല്ല എണ്ണുന്നത്, നിങ്ങൾ ഈ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മാധ്യമങ്ങളെല്ലാം എണ്ണാൻ പോണത്. ഞങ്ങൾ എണ്ണാൻ പോവാണ്. നമുക്ക് 1 മണിക്ക് ശേഷം കാണാം. 4-ാം തീയതി 1 മണിക്ക് ശേഷം തീർച്ചയായും മോദി എന്ന് പറയുന്ന വിടുവായത്തരം പറയുന്ന ഒരു പ്രധാനമന്ത്രി പറഞ്ഞത് കേരളത്തിൽ 2 അക്കം കിട്ടുന്ന. നിങ്ങൾ ഇപ്പൊ പറയുന്നത് എന്താ? 3 കിട്ടും. 2 അക്കത്തിലേക്ക് ഇനി വേണമെങ്കിൽ പിന്നെ 7 എണ്ണം വേണം. എവിടെ പോയി കേരളത്തില് ജനം ടിവിയും അല്ല, ജനം TV ഒരു എക്സിറ്റ് പോൾ. എന്നാൽ നിങ്ങളുടെ നേതാവ് സ്വന്തം മണ്ഡലം വിട്ട് ഓടി നടന്ന പോലെ മറ്റാരും ഓടി നടക്കുകയോ ഞങ്ങൾ ജനം TV ഓടി നടക്കുകയൊന്നും ചെയ്തിട്ടില്ല സാർ. രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായി മത്സരിക്കാൻ സ്വന്തം തട്ടകത്തിൽ നിന്ന് ഓടേണ്ടി വന്ന പോലെ ആരും ഓടിയിട്ടില്ല.